വർഷങ്ങളോളം നീണ്ടുനിന്ന പുകമറകൾക്കും ആരോപണങ്ങൾക്കും ഒടുവിൽ നീതിപീഠം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ശബരിമല കൊടിമര കേസിൽ UDF കാലത്തെ ദേവസ്വം ബോർഡിന് കോടതി ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ലാപ്പിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ ഈ വിധി പ്രതിപക്ഷത്തിന് കരുത്തു പകരുന്നു. വിജിലൻസ് സമർപ്പിച്ച ത്വരിതാന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ കേസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചത്. കൊടിമര നിർമ്മാണത്തിൽ 1 ഇഞ്ച് സ്വർണം പോലും കുറഞ്ഞിട്ടില്ലെന്നും 1 രൂപയുടെ അഴിമതി പോലും നടന്നിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഭക്തരിൽ നിന്ന് ലഭിച്ച ഓരോ തരി സ്വർണവും കൃത്യമായി ഉപയോഗിച്ചുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. സ്വർണം നൽകിയ 23 പ്രമുഖ വ്യക്തികളുടെ മൊഴികൾ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളുമായി പൂർണ്ണമായും ഒത്തുപോകുന്നുണ്ട്. ഇതോടെ വർഷങ്ങളായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉന്നയിക്കപ്പെട്ട പല കള്ളക്കഥകളും ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. 2014 ദേവപ്രശ്ന വിധി പ്രകാരമാണ് 2017 കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചത്. ഇതിൽ യാതൊരുവിധ ദുരൂഹതകളും ഇല്ലെന്നും വെറും ആചാരപരമായ നടപടികൾ മാത്രമാണ് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു ഭാഗത്ത് UDF കാലത്തെ പ്രവർത്തനങ്ങൾക്ക് കോടതിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ മറുവശത്ത് ഇടത് സർക്കാരിന്റെ കാലത്തെ ഉദ്യോഗസ്ഥർ പ്രതികളായ സ്വർണ്ണക്കൊള്ള കേസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. വിഗ്രഹങ്ങളിലും വാതിലുകളിലും പതിപ്പിച്ചിരുന്ന സ്വർണം കടത്തിയെന്ന കേസിൽ നിലവിൽ ഉദ്യോഗസ്ഥർ പ്രതിപ്പട്ടികയിലുണ്ട്. ഈ കേസിലെ കുറ്റപത്രം തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ സമർപ്പിക്കൂ എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. UDF ഭരണകാലത്ത് നടന്ന കൊടിമര നിർമ്മാണത്തിൽ അഴിമതിയില്ലെന്ന് കോടതി വിധിച്ചതോടെ യഥാർത്ഥ കൊള്ള നടന്നത് എപ്പോഴാണെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ലഭിക്കാനുണ്ടെന്ന വാദമുയർത്തി കുറ്റപത്രം വൈകിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ ഭയന്നാണോ എന്ന വിമർശനവും ശക്തമാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് ഇതിനകം ജാമ്യം ലഭിച്ചത് അന്വേഷണ ഏജൻസികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന കേരളത്തിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയൊരു ആയുധമാണ് ഈ കോടതി വിധി. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിന് ഈ വിധി ശക്തി പകരുന്നു. ഭക്തരുടെ വിശ്വാസത്തെയും ശബരിമലയെയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചവർക്കുള്ള മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. കൊടിമര കേസിൽ ഇനി തുടരന്വേഷണമോ നടപടികളോ ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെ ഒരു വലിയ വിവാദത്തിനാണ് തിരശ്ശീല വീഴുന്നത്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ കോടതി വിധി പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നീതിപീഠത്തിന്റെ ഇടപെടൽ ഭരണകൂടത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ സാവകാശം ചോദിച്ച സർക്കാരിന്റെ നീക്കങ്ങളെ സംശയത്തോടെയാണ് ഭക്തസമൂഹം നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവ വികാസങ്ങൾ മാറുകയാണ്. സത്യം ജയിക്കുമെന്ന ബോധ്യമാണ് ഇപ്പോൾ UDF ക്യാമ്പുകൾക്ക് ആവേശം പകരുന്നത്. വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്.